ചില കേസുകളുടെ പരിണാമം വളരെ ട്വിസ്റ്റ് നിറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വാർത്തയുണ്ട്. 6 മക്കളെ ഉപേക്ഷിച്ച് ഒരു വീട്ടമ്മ ഒരു ഭിക്ഷക്കാരനൊപ്പം യാചകനൊപ്പം ഇറങ്ങിപ്പോയി എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. എല്ലാവരും ആ വാർത്ത വായിക്കുകയും ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ അങ്ങനെ തന്നെ വരികയും ചെയ്തു. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നറിയണമെങ്കിൽ ചില കാര്യങ്ങൾ യഥാർത്ഥമായി അന്വേഷിക്കണമായിരുന്നു. ഈ പരാതി കൊടുത്തത് രാജു എന്ന് പറയുന്ന അവരുടെ ഭർത്താവാണ്, 45 വയസ്സുകാരൻ. ഈ സ്ത്രീയുടെ പേര് രാജേശ്വരി എന്നാണ്, 36 വയസ്സ്. ഇവർ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന നൻഹെ പണ്ഡിറ്റ് എന്ന് പറയുന്ന പരിസരത്ത് സ്ഥിരം ഭിക്ഷയാചിക്കാൻ വരുന്ന ഒരു 45 വയസ്സുകാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നാണ് രാജു പോലീസിൽ പരാതി നൽകിയത്. ഇത് നടന്നത് ഉത്തർപ്രദേശിലെ ഹർദോയ് എന്ന സ്ഥലത്താണ് ഈ സംഭവ കഥകൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പോലീസ് ജനുവരി 3-ാം തീയതി പോലീസിന് പരാതി ലഭിച്ചു. പോലീസ് പരാതിയിൽ ഇങ്ങനെ ഈ യുവതി എവിടെയാണ് എന്ന് അന്വേഷിച്ചു, യാചകനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് യുവതിയെ കണ്ടെത്തുന്നത്. യുവതി ഈ വാർത്ത അറിഞ്ഞു. തനിക്കെതിരെ തൻ്റെ ഭർത്താവ് താൻ ഒളിച്ചോടിപ്പോയി എന്നും തന്നെ കാണാനില്ലെന്നും പരാതി കൊടുത്തിട്ടുള്ളതായി ഈ രാജേശ്വരി അറിയുകയും രാജേശ്വരി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തു. പോലീസുകാരും അപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. രാജു കൊടുത്ത പരാതി അനുസരിച്ച് രാജു ഒരു എരുമയെ വിറ്റുവെന്നും ആ എരുമയെ വിറ്റ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും കൊണ്ടാണ് രാജേശ്വരി ഈ യാചകനൊപ്പം ഒളിച്ചോടിയതെന്നും താനും 6 മക്കളും വീട്ടിലാണെന്നും ഒക്കെ ആയിരുന്നു പരാതി. ആ പരാതി വായിച്ചാൽ, രാജുവിൻ്റെ പരാതി വായിച്ചാൽ അതിനകത്ത് ഈ സ്ത്രീയോട് എല്ലാവർക്കും വിദ്വേഷവും വിരോധവും തോന്നും. പക്ഷേ ഈ സ്ത്രീ ഈ പരാതിയുണ്ട്, തനിക്കെതിരെ പോലീസ് അന്വേഷണം നടക്കുകയാണ്, തന്നെ കാണാനില്ലെന്ന് പരാതിയുണ്ട്, താൻ ഒളിച്ചോടിപ്പോയി എന്നൊരു പരാതിയുണ്ട്, തന്നെ നാണം കെടുത്തുന്ന തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ പരാതിയും അനുബന്ധ വാർത്തകളും പുരോഗമിക്കുകയാണെന്ന് അറിഞ്ഞ യുവതി നേരെ പോലീസ് സ്റ്റേഷനിലെത്തി SHOയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ ഇതാണ്: താൻ ആർക്കൊപ്പവും ഒളിച്ചോടി പോയതല്ല. നിരന്തരമുള്ള പീഡനം, ഗാർഹിക പീഡനം, അധിക്ഷേപം, മർദ്ദനം, അങ്ങനെ തുടങ്ങി രാജു ചെയ്ത ക്രൂരതകൾ യുവതി എണ്ണി പോലീസുകാരോട് പറഞ്ഞു. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് നോക്കും, നിഷ്പക്ഷമായി അന്വേഷിച്ചിട്ട് നടപടിയെടുത്താൽ മതിയെന്ന് പറഞ്ഞു. പോലീസുകാർ യുവതി പറഞ്ഞ മൊഴി മുഖവിലേക്ക് എടുത്തിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. കുട്ടികളോട് തന്നെ ചോദിച്ചാൽ മതി, അമ്മയെ അപ്പൻ നിരന്തരം ഉപദ്രവിക്കുമെന്ന് കുട്ടികൾ പോലീസിനോട് പറയുന്നു. അതുപോലെ തന്നെ നാട്ടുകാർ രാജുവിൻ്റെ സ്വഭാവത്തെപ്പറ്റി അത്ര നല്ല അഭിപ്രായമല്ല പറഞ്ഞത്. അയാൾ സ്ത്രീയെ മർദ്ദിക്കുമെന്ന് നാട്ടുകാരിൽ നിന്ന് മൊഴി ലഭിക്കുന്നു. അങ്ങനെ സ്ത്രീ പിന്നെ യാചകനെ കണ്ടെത്തുന്നു. യാചകനുമായി അങ്ങനെ യാതൊരു ബന്ധവും ഈ സ്ത്രീക്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു, ഉറപ്പുവരുത്തുന്നു. അങ്ങനെ ഈ കേസിലെ വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, കാണാനില്ല എന്ന പരാതി അത് ദൂരക്കളയുകയും അത് മാറ്റിക്കളയുകയും യുവതി ഇവിടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കുകയും ചെയ്തു പോലീസ്. അപ്പോൾ നമ്മൾ ഈ കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്ത് ഓടുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ആ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയാതെ ആ സ്ത്രീ അധിക്ഷേപിക്കാനും സ്ത്രീ മോശം ചെയ്തു എന്നും പറയുന്ന തരത്തിലുള്ള അധിക്ഷേപ കമൻറ്റുകൾക്ക് ഇടുന്നത് ഒഴിവാക്കുന്നതാകും നല്ലത്. യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചത് UP യിൽ സംഭവിച്ച കഥ ഇതാണ്, വമ്പൻ ട്വിസ്റ്റായ കഥ. ഒളിച്ചോടി പോയി എന്ന് പറയുന്ന യുവതി സ്റ്റേഷനിലെത്തി കൃത്യം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസ് അന്വേഷിച്ചു. അന്വേഷണത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫേവറേറ്റ് പാല് കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. അല്ല, മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ, അതിലേതാ? ഞങ്ങൾക്ക് നീലപ്പാക്കറ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാൽ പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോ പുതിയ പാക്കിംഗ്. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.